ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഏകദേശം ഒരു ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചും അതുപോലെ തന്നെ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അടുത്ത പാർട്ടിലോട്ടാണ് പോകുന്നത്. ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് 1830 to 1848 അതാണ് നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത്. അപ്പം ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള ഗ്രീക്ക് വാർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ ഗ്രീസിൽ ആരംഭിക്കുന്നത് 1821 അപ്പോൾ ഈ സമയത്ത് ഈ ഗ്രീക്ക് വാർ നടക്കുന്ന സമയത്ത് അവിടെയുള്ളവർക്ക് ഒരുപാട് സപ്പോർട്ട്സ്, പബ്ലിക്കിന് ഒരുപാട് സപ്പോർട്ട്സ് കിട്ടിയിരുന്ന ഒരു 4 വിഭാഗമുണ്ട്. അതാണ് ഗ്രീക്സ്, അതുപോലെ തന്നെ വെസ്റ്റ് യൂറോപ്യൻസ്, ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ പൊയറ്റ്സ്. അപ്പം ഇവരുടെ ഒരു സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ യൂറോപ്പ് മൊത്തം ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടും ഒരു നാഷണലിസം എന്നുള്ള ഐഡിയ ഫുള്ള് യൂറോപ്പിൽ നല്ലോണം സ്ട്രോങ് ആയിട്ട് വന്നു. അപ്പോൾ ഈ വാറിന് ശേഷം ഒരു ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നൊരു ട്രീറ്റി 1832 സൈൻ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഗ്രീസിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് നേഷനായിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പം ഗ്രീക്ക് വാറിന് ശേഷം യൂറോപ്പിൽ മൊത്തത്തിൽ ഒരു മൂവ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ റൊമാൻറ്റിസിസം എന്ന് വിളിക്കുന്നത്. അപ്പം അതൊരു കൾച്ചറൽ മൂവ്മെൻറ്റ് ആയിരുന്നു. റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ മൂവ്മെൻറ്റാണ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണലിസത്തിൻ്റെ ഐഡിയ നമ്മൾ സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ട് സയൻസ്, റീസൺസ് എന്നിവ റിജക്റ്റ് ചെയ്ത്, അതായത് നമ്മുടെ ശാസ്ത്രം അങ്ങനെയുള്ള അതിൽ നിന്ന് വരുന്ന ഐഡിയോളജി അതിനെയൊക്കെ റിജക്റ്റ് ചെയ്ത് അതിന് പകരം ആർട്ട്, കൾച്ചർ, മ്യൂസിക്, സോങ്സ്, ഡ്രാമാസ് ഇതൊക്കെ കൊണ്ടുവന്നു. അപ്പം ഇതിലൂടെ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സയൻസിനെയൊക്കെ ഫാക്റ്റുകളെയൊക്കെ മാറ്റിയിട്ട് ഈ പറയുന്ന ആർട്ട്, കൾച്ചർ, മ്യൂസിക്, സോങ്സ്, ഡ്രാമാസിനെയൊക്കെ കൊണ്ടുവന്നു. അപ്പം ഇതൊക്കെ യൂറോപ്പിലെ നാഷണലിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതായിരുന്നു റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റഷ്യയിൽ പോളിഷ് എന്ന ഭാഷ യൂസ് ചെയ്തത് സിംബൽ ഓഫ് നാഷണലിസം ആയിട്ടായിരുന്നു. സാധാരണ നമുക്കറിയാം റഷ്യനാണ് സംസാരിക്കുന്നത്, പക്ഷേ അവിടെ പോളിഷ് എന്ന ഭാഷ യൂസ് ചെയ്തത് നാഷണലിസത്തിൻ്റെ ഒരു സിംബലായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഈ എക്കണോമിക് ഹാർഡ്ഷിപ്പാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ യൂറോപ്പിലെ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ച്. അപ്പം 1830 എന്ന് പറയുന്ന ഒരു ഇയർ ഓഫ് ഗ്രേറ്റ് എക്കണോമിക് ഹാർഡ്ഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1830 തൊട്ട് 48 വരെ യൂറോപ്പിലെ പോപ്പുലേഷൻ വളരെയധികം വർദ്ധിച്ചു. അപ്പം അത് ഈ എക്കണോമിക് ഹാർഡ്ഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്, അതായത് നമ്മുടെ റൂറലായിട്ടുള്ള സ്ഥലത്ത് നിന്നും നമ്മുടെ അർബൻ ഏരിയസിലേക്ക് ഒരുപാട് മൈഗ്രേഷൻ നടന്നു. 3 എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രേഷൻ നടന്നപ്പോഴത്തേന് ആൾ കൂടി, അങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. 4 അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയപ്പോഴത്തേന് പോവർട്ടി കൂടി. 5 ഫുഡ് പ്രൈസിൻ്റെ വില വളരെയധികം കൂടി. കാരണം ക്രോപ്പ് ഫെയിലർ ഉണ്ടായി, അതായത് കൃഷിയൊക്കെ നഷ്ടം വന്ന് അങ്ങനെ ഫുഡ് പ്രൈസിൻ്റെ വില വളരെയധികം കൂടി. 6ാമത്തെയാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴത്തേന് അതിൻ്റെ ഫലമായിട്ട് അവിടെ പോവർട്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസും അങ്ങനെ സ്മാൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഈ വലിയ ഇൻഡസ്ട്രി വന്നപ്പോഴത്തേന് ചെറിയതായിട്ട് ചെയ്തവരുടെ ജോലി പോവുകയും അങ്ങനെ പോവർട്ടി കൂടുകയും ചെയ്തു. അപ്പോൾ ഇത്രയും റീസൺസ്, ഈ 6 റീസൺസാണ് എക്കണോമിക് ഹാർഡ്ഷിപ്പിന് അന്ന് കാരണമായിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, 2 മൈഗ്രേഷൻ ഫ്രം റൂറൽ ടു അർബൻ ഏരിയാസ്, 3 ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ്, 4 ഇൻക്രീസ് ഇൻ പോവർട്ടി, 5 ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൈസസ് ഡ്യൂ ടു ക്രോപ്പ് ഫെയിലർ, 6 ഇൻഡസ്ട്രിയലൈസേഷൻ റിസൾട്ടിങ് ഇൻ പോവർട്ടി. അപ്പോൾ ഇത്രയൊക്കെ വന്നപ്പോഴത്തേന് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു, അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ ഒരു പ്രൊട്ടസ്റ്റൊക്കെ നടത്തി. അങ്ങനെ ഈ പ്രൊട്ടസ്റ്റൊക്കെ നടത്തി അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഫോം ചെയ്തു. അപ്പം ഈ യൂറോപ്പിൽ ഗവൺമെൻറ് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം ഈ വന്ന പുതിയ ഗവൺമെൻറ് കുറച്ച് ഡിസിഷൻസ് അവർ ഉണ്ടാക്കി. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 വോട്ടിംഗ് റൈറ്റ് ടു 21+1, 21 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കെല്ലാം വോട്ടവകാശം കൊടുത്തു. 2 റൈറ്റ് ടു വർക്ക് ടു ഓൾ, എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അവകാശം. 3 നാഷണൽ വർക്ക്ഷോപ്സ് വെയർ സെറ്റപ്പ് ടു ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്, അതായത് അന്നത്തെ രാജ്യത്തെ വർക്ക്ഷോപ്പുകളൊക്കെ പുതിയ എംപ്ലോയ്മെൻറ്റ് സാധ്യതകളൊക്കെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതുവഴി എന്ത് ചെയ്തു, അൺഎംപ്ലോയ്മെൻറ്റും പോവർട്ടിയും കുറഞ്ഞു. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മുടെ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇറ്റലി ആൻഡ് ബ്രിട്ടൻ.
അതായത് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ബ്രിട്ടൻ്റെയൊക്കെ ഏകീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം മുമ്പ് ഈ രാജ്യങ്ങളൊക്കെ പല പല ഭാഗങ്ങളായിട്ടൊക്കെ മാറിക്കടന്നതാണ്. ഫസ്റ്റ് യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. 1848 യൂറോപ്യൻ ഗവൺമെൻറ് ജർമ്മനിയെ ഏകീകരിക്കാൻ കുറേ ശ്രമിച്ചു. യൂറോപ്യൻ ഗവൺമെൻറ് ട്രൈഡ് ഇറ്റ്സ് ബെസ്റ്റ് ടു യൂണിഫൈ ജർമ്മനി ബട്ട് ദേ കുഡ് നോട്ട് ആസ് ജർമ്മൻ എംപയർ വാസ് അണ്ടർ ദ റൂൾ ഓഫ് കിങ് വിൽഹം IV. പക്ഷേ അന്ന് ജർമ്മൻ എംപയർ ഭരിച്ചിരുന്നത് കിങ് വിൽഹം IV ആയിരുന്നു. സോ അവർക്ക് ആ പുള്ളിയുടെ ഒരു റെസിസ്റ്റൻസ് ഒക്കെ കാരണം ഏകീകരണ ശ്രമം നടന്നില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് പ്രഷ്യ ജർമ്മനിയെ യൂണിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അന്ന് പ്രഷ്യയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളാണ് ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോ വാൻ ബിസ്മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അയൺ മാൻ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോ വാൻ ബിസ്മാർക്ക് ഒരു നാഷണൽ മൂവ്മെൻറ്റ് ജർമ്മനിയിലോട്ട് നയിച്ചു. 1864 തൊട്ട് 1870 വരെ 1864 തൊട്ട് 1870 വരെ ഇതിനിടയ്ക്ക് 3 യുദ്ധങ്ങളാണ് നടന്നത്. അപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് വന്നു. എന്നിട്ട് അവസാനം ജർമ്മനിയെ അതായത് ഓട്ടോ വാൻ ബിസ്മാർക്ക് ഏകീകരിച്ചു. അപ്പോൾ പുതുതായിട്ട് വന്ന ജർമ്മൻ എംപയർ പുതുതായിട്ടൊരു ജർമ്മൻ എംപയർ വന്നു. അത് തികച്ചും ലീഗലായിട്ടുള്ളതും ജുഡീഷ്യൽ സിസ്റ്റത്തെ ബാക്ക് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജർമ്മനിയുടെ ഏകീകരണം നടന്നത്. ഇനി രണ്ടാമത്തത് ഇറ്റലിയുടെ യൂണിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റലി എന്ന് പറയുന്നത് വളരെ സ്കാറ്റേഡ് ആയിട്ടൊരു എംപയർ ആയിരുന്നു. അതായത് ചിതറിക്കിടക്കുന്ന ഒരു എംപയർ ആയിരുന്നു. അതിനകത്ത് ഒരു 7 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. മൊത്തം 7 സ്റ്റേറ്റ്. ഈ 7 എണ്ണത്തിൽ ഒരെണ്ണം ഗവേൺ ചെയ്തിരുന്നത് യൂറോപ്യൻ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ 7 സ്റ്റേറ്റുകളിൽ ഒരെണ്ണം ഭരിച്ചിരുന്നത് യൂറോപ്യൻ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ 3 പേരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. 1 ഗിസപ്പെ മസീനി, 2 ഗിസപ്പെ ഗാരിബാൾഡി, 3 കേവർ. അപ്പോൾ ഗിസപ്പെ മസീനി എന്ന് പറയുന്നത് അവിടുത്തെ ഇറ്റലിയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഹെഡായിരുന്നു. അദ്ദേഹത്തിന് ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് യങ് ഇറ്റലി. അദ്ദേഹം ഇറ്റലിയെ ഏകീകരിക്കാൻ ശ്രമിച്ചത് വിദ്യാഭ്യാസം വഴിയായിരുന്നു അദ്ദേഹം ഏകീകരിക്കാൻ ശ്രമിച്ചത്. അടുത്തത് ഗിസപ്പെ ഗാരിബാൾഡിയാണ്. അദ്ദേഹത്തെ വിളിക്കുന്ന പേര് ഹീറോ ഓഫ് റെഡ് ഷർട്ട്സ്, അതായത് ചുവന്ന കുപ്പായക്കാരുടെ ഹീറോ നായകൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഇറ്റലിയിലെ മുഴുവൻ പെസൻസിൻ്റെയും സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹം സ്പാനിഷ് റൂളേഴ്സിനെതിരെയൊക്കെ യുദ്ധം നയിച്ചൊരു വ്യക്തിയും കൂടെ ആയിരുന്നു അന്ന്. 3 കേവർ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നെയ്തർ എ റെവല്യൂഷണറി നോർ എ ഡെമോക്രാറ്റ് യെറ്റ് നോൺ ആസ് ദ റിയൽ മേക്കർ ഓഫ് ഇറ്റലി. അദ്ദേഹം ഒരു റെവല്യൂഷണറി അല്ല, ഒരു വിപ്ലവകാരിയല്ല, അദ്ദേഹം ഒരു ഡെമോക്രാറ്റും അല്ല. പക്ഷേ അദ്ദേഹത്തെ വിളിക്കുന്നത് ദ റിയൽ മേക്കർ ഓഫ് ഇറ്റലി, ഇറ്റലിയുടെ യഥാർത്ഥ മേക്കർ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഫ്രാൻസിനെതിരെയും ഓസ്ട്രിയക്കെതിരെയും യുദ്ധം നടത്തി വിജയിച്ചതാണ്. അതും അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമാറ്റിക് വേസിലൂടെയാണ് അദ്ദേഹം ജയിക്കുന്നത്. ഈ 3 പേരുടെയും ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് അവസാനം ഇറ്റലി യൂണിഫൈഡ് ആയി. ഏതൊക്കെയാണ് 3 പേരെന്ന് പറയുക: ഗിസപ്പെ മസീനി, ഗിസപ്പെ ഗാരിബാൾഡി, കേവർ. അപ്പോൾ ഇവരുടെ ഫലമായിട്ട് പിന്നെ ഇറ്റലി ഏകീകരിക്കപ്പെട്ടു. അങ്ങനെ ഏകീകരിക്കപ്പെട്ട ഇറ്റലിയുടെ ആദ്യത്തെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നത് വിക്ടർ ഇമ്മാനുവൽ II ആയിരുന്നു വന്നത്. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ജനപിന്തുണ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഫാദർ ഓഫ് ദ ഫാദർലാൻഡ് എന്നൊരു ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുത്തു. ഇപ്പോൾ രാജാവിൻ്റെ പേരാണ് വിക്ടർ ഇമ്മാനുവൽ II, ഫാദർ ഓഫ് ദ ഫാദർലാൻഡ് എന്ന പദവിയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. മൂന്നാമത്തെ യൂണിഫിക്കേഷൻ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടീഷ് എംപയറിൽ സ്കോട്ടിഷ്, ഐറിഷ്, ഇംഗ്ലീഷ് എന്നിങ്ങനെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ വന്ന സമയത്ത് ഈ ബ്രിട്ടീഷ് എംപയർ എന്ന് പറയുന്നത് വളരെയധികം സമ്പന്നമായിരുന്നു. ഒരു ആക്ട് ഓഫ് യൂണിയൻ എന്നും പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് ഈ രണ്ടും കൂടെ യൂണിഫൈ ചെയ്തിട്ട് യുണൈറ്റഡ് കിങ്ഡമായി മാറി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ UK. കുറച്ച് വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് അയർലൻഡ് കൂടെ വന്നു ഉയർന്നു. അങ്ങനെ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു പുതിയ നേഷനായിട്ട് മാറി, അതായത് പുതിയ രാജ്യമായിട്ട് മാറി. അതിനുശേഷം അതിനൊരു പുതിയ നാഷണൽ ആന്തം വന്നു. അതുപോലെ ഇംഗ്ലീഷ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അതുപോലെ കുറച്ച് കഴിഞ്ഞ് നാഷണൽ ഫ്ലാഗും വന്നു, അതായത് അവരുടെ നാഷണൽ ഫ്ലാഗാണ് നമ്മുടെ യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന നാഷണൽ ഫ്ലാഗ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇറ്റലി ആൻഡ് ബ്രിട്ടൻ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷ്വലൈസിങ് ദ നേഷൻ. അടുത്ത പോയിൻ്റാണ്. പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഒരു
ഒരു ഏഴ് പോയിന്റ് നമ്മൾ ഇട്ടായിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞൊരു 7 പോയിന്റ് നമ്മൾ ഇട്ടു. അതിനകത്ത് ഇപ്പം 4ാമത്തെ പോയിന്റാണ് കഴിഞ്ഞത്. ഇനി 5ാമത്തെയാണ് വിഷ്വലൈസിങ് ദ നേഷൻ എന്ന് പറയുന്നത്. നേരത്തെ നോട്ട് എഴുതിയവർക്ക് അത് കാണാൻ പറ്റും. അപ്പം വിഷ്വലൈസിങ് ദ നേഷനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അലഗോറിയെക്കുറിച്ചാണ്. അപ്പോൾ അലഗോറിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് അലഗോറി? അലഗോറി എന്ന് പറയുന്നത് എ സ്റ്റോറി, പോയം ഓർ പിക്ചർ ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ടു റിവീൽ എ ഹിഡൻ മീനിങ് ഈസ് നോൺ ആസ് അലഗോറി. അതായത് നമ്മൾ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയമോ ഒരു പിക്ചറോ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഹിഡൻ മീനിങ്ങിനെ റിവീൽ ചെയ്യിക്കുന്നതിനാണ്, ഒരു സന്ദേശത്തെ നമ്മൾ റിവീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അലഗോറി എന്ന് പറയുന്നത്. അപ്പം എന്താണ് അലഗോറിയൊക്കെ ഉപയോഗിച്ചിരുന്നത് 18th and 19th സെഞ്ച്വറിയിലേക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് നാഷണലിസം എന്ന് പറയുന്ന ഐഡിയയെ സ്പ്രെഡ് ചെയ്യാനും അതിൽ സ്ട്രോങ് ആക്കാനും വേണ്ടി 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പം അലഗോറി ഈ ജർമ്മനിയിൽ ഉപയോഗിച്ച അലഗോറിയാന്ന് നോക്കാം. ജർമ്മനിയിൽ ഉപയോഗിച്ച അലഗോറി ആയിരുന്നു ജർമേനിയ എന്ന് പറയുന്ന അലഗോറി. അതിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അതിൽ ഇന്ത്യയിൽ ഉപയോഗിച്ചത് ഭാരത് മാത എന്ന് പറയുന്ന അലഗോറി ആയിരുന്നു. USA അങ്കിൾ സാം എന്ന് പറയുന്ന അലഗോറിയാണ് ഉപയോഗിച്ചത്. അതായത് ദേശസ്നേഹം ഉണർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നു അലഗോറീസ് എന്ന് പറയുന്നത്. അത് പെയിൻറ്റിങ്സ് ഒക്കെ ആവാം, പോയംസ് ആവാം, സ്റ്റോറീസ് ആവാം. നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഫ്ലാഗ് ഉണ്ടല്ലോ, അപ്പോൾ ഇന്ത്യയിലെ നാഷണൽ ഫ്ലാഗിൻ്റെ അകത്തുള്ള അശോക ചക്രം ഉണ്ടല്ലോ, 24 ആരക്കാലുള്ള, അപ്പോൾ ഈ അശോക ചക്രം എന്ന് പറയുന്നതും ഒരു അലഗോറിയാണ്. പിന്നെ കുറേ അലഗോറി വേറെയുണ്ട്. അതായത് ബ്രോക്കൺ ചെയിൻ എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. ബ്രോക്കൺ ചെയിൻ എന്ന് പറയുന്നത് ഒരു സിമ്പലാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലിബർട്ടിയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെയാണ് റൈസിങ് സൺ എന്ന് പറയുന്ന ഒരു സിമ്പലുണ്ട്. അത് സൂചിപ്പിക്കുന്നത് എ ന്യൂ എറ, അതായത് ഒരു പുതിയ യുഗം, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. സോഡെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വാളല്ലേ സോഡെന്ന് പറയുന്നത് റെഡി ടു ഫൈറ്റിനെയാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നും പറഞ്ഞൊരു പ്രതിമയുണ്ട് അമേരിക്കയിൽ. അപ്പോൾ അതിനകത്ത് കാണുന്നതാണ് സോഡെന്ന് പറയുന്നത്. അടുത്താണ് എന്താണ് ക്രൗൺ ഓഫ് ഓക്ക് ലീവ്സ്, അതായത് ഓക്ക് മരത്തിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ കിരീടം, അത് സൂചിപ്പിക്കുന്നത് ഹീറോയിസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അലഗോറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അലഗോറീസ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഹിഡൻ മീനിങ്ങിനെ റിവീൽ ചെയ്യിക്കാൻ വേണ്ടി ഒരു പോയമോ പിക്ചറോ സ്റ്റോറി ഉപയോഗിക്കുന്നതിനെയാണ് അലഗോറി എന്ന് പറയുന്നത്. ഇനി നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം എന്താണെന്ന് നോക്കാം. അപ്പം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ ഉള്ള നാഷണലിസം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേന് ഈ നാഷണലിസം എന്നൊരു ഐഡിയ കൺവേർട്ട് ചെയ്ത് ഇമ്പീരിയലിസം എന്ന ഐഡിയയിലോട്ട് മാറി. അതായത് ഇമ്പീരിയലിസത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇമ്പീരിയലിസത്തിൽ ഏതൊരു നേഷനും ഏതൊരു രാജ്യത്തിനും അവരുടെ ടെറിട്ടറി ഇൻക്രീസ് ചെയ്യാം, അവരുടെ പവർ ഇൻക്രീസ് ചെയ്യാം. അതിനവർക്ക് മിലിറ്ററി പവറോ അല്ലെങ്കിൽ വേറെ ഏത് സോഴ്സ് ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇമ്പീരിയലിസത്തിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ദ പോളിസി ഓഫ് അതാണ് പറയുന്നത് ദ പോളിസി ഓഫ് എക്സ്പാൻഡിങ് എ കൺട്രീസ് പവർ ബൈ ദ യൂസ് ഓഫ് മിലിറ്ററി ഓർ അതർ മീൻസ് ഈസ് കാൾഡ് ഇമ്പീരിയലിസം. അപ്പം ആ പോയിന്റ് നോക്കുക. ഇനി സെർബിയ, ബൾഗേറിയ, റൊമാനിയ എന്നൊക്കെ പറയുന്നത് അന്നത്തെ ബാൾക്കൻ റീജിയനിലുള്ള രാജ്യങ്ങളായിരുന്നു. അവർക്ക് എത്നിക് ഡൈവേഴ്സിറ്റിക്കുള്ള രാജ്യങ്ങൾ, അതായത് അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു സ്വഭാവവും അങ്ങനെയൊക്കെയുള്ളൊരു കുറേ കൺട്രീസാണത്. അപ്പം ഇങ്ങനെയുള്ള ഈ ബാൾക്കൻ റീജിയനിലെ രാജ്യത്ത് ജർമ്മനി, റഷ്യ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ പവർ അതായത് അവരുടെയൊക്കെ ഒരു ശക്തിയും അധികാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബാൾക്കൻ റീജിയനിൽ എന്ത് ചെയ്തു, അവർ കോൺക്വർ ചെയ്യാൻ തുടങ്ങി. അതായത് ഈ ബാൾക്കൻ റീജിയനിലെ രാജ്യങ്ങൾ അവർ കീഴടക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ബാൾക്കൻ റീജിയനിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായൊരു കാര്യമാണ് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവമായിട്ട് ഉണ്ടായതാണ്. അങ്ങനെ അപ്പം അന്നത്തെ ഒരു ക്രീഡ് രാജ്യമായിട്ടുള്ള ബ്രിട്ടൻ രണ്ടാമതൊരു കൺട്രി കീഴടക്കാൻ തുടങ്ങി. അങ്ങനെ നാഷണലിസം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഫിനോമിനായിട്ട് മാറിയത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടും കൂടിയാണ് നാഷണലിസം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനായിട്ട് മാറിയത്. അപ്പോൾ ഇതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ ദ പോളിസി ഓഫ് എക്സ്പാൻഡിങ് എ കൺട്രീസ് പവർ ബൈ ദ യൂസ് ഓഫ് മിലിറ്ററി ഓർ അതർ മീൻസ് ഈസ് കാൾഡ് ഇമ്പീരിയലിസം. അപ്പോൾ എങ്ങനെയാണ് ഇമ്പീരിയലിസവും നാഷണലിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണം. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ നമ്മുടെ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നമ്മൾ 6 പോയിൻ്റായിട്ട് നമ്മളതിനെ സെഗ്മെൻറ്റൈസ് ചെയ്തിരുന്നു. അതിൽ ഒന്നാമത്തെ ദ ഫ്രഞ്ച് റെവല്യൂഷൻ, 2 ദ മേക്കിംഗ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, 3 ദ ഏജ് ഓഫ് റെവല്യൂഷൻസ് 1830 to 1848,
4 യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇറ്റലി ആൻഡ് ബ്രിട്ടൻ, 5 വിഷ്വലൈസിങ് ദ നേഷൻ, 6 നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം. അപ്പോൾ ഇത്രയും പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മുടെ ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നല്ലോണം നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.